ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നൊരു എന്താ പറയുക, നമുക്ക് വയലൻറ്റ് നിഫ്റ്റി പ്ലസ് കൺസോൾട്ടേഷൻ ബാങ്ക് നിഫ്റ്റി അല്ലേ. ആൻഡ് ഫിൻ നിഫ്റ്റി എന്ന് എക്സ്പയറി ആയിരുന്നു. ഫിൻ നിഫ്റ്റി സെയിം ബാങ്ക് നിഫ്റ്റി പോലെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിൻ്റൊക്കെ ആയിരുന്നു. മീൻസ് നമുക്ക് മാർക്കറ്റ് ഒന്ന് വയലൻറ്റ് മൂവ് തരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കൺസോൾട്ടേഷൻ ആ ഒരു സർട്ടൻ ലെവൽ നമ്മൾ പറഞ്ഞു, അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിക്സ് നല്ല രീതിയിൽ കൂടുകയാണ്. അതുകൊണ്ട് ആ ഒരു ഏതെങ്കിലും റേഞ്ച് പിടിച്ചാൽ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ വേണമെങ്കിൽ ഒന്ന് കൺസോൾട്ടേഷനും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എങ്ങനെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഇന്ന് ഫിൻ നിഫ്റ്റി എക്സ്പയറി ഡേയ്സിൽ നമുക്ക് ഫിൻ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ സിമ്പിൾ എന്താ പറയുക, നമുക്ക് ലിമിറ്റഡ് ലോസ് വെച്ചിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. ആൻഡ് ഫിൻ നിഫ്റ്റി അബ്സല്യൂട്ട് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളിന്ന് കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഒരു അപ്സൈഡിലേക്ക് മെയിനായിട്ട് സപ്ലൈ സോണിലേക്ക് പോയി ഒന്ന് റിവേഴ്സ്, അവിടെ ഒരു ഫേക്ക് ഔട്ടൊക്കെ തന്ന് റിവേഴ്സ് ആയത്. സപ്ലൈ സോണിലേക്ക് പോവുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായി. ബാങ്ക് നിഫ്റ്റി അതിനനുസരിച്ച് മൂവ് ആയില്ലെങ്കിൽ ഈ സപ്ലൈ സോണിൽ നിന്ന് ഒരു ഫേക്ക് ഔട്ടൊക്കെ തന്നാൽ സപ്ലൈ സോൺ ഇനി ഫേക്ക് ഔട്ടോ ബ്രേക്ക് ഔട്ട് എന്ത് വന്നാലും നമ്മൾ അധികം അവിടെ നിൽക്കാണ്ടിരിക്കുക. ബിക്കോസ് രണ്ടും ഒരേ രീതിയിൽ ഡിമാൻഡ് സോണിലേക്കാണെങ്കിലും സപ്ലൈ സോണിലേക്കാണെങ്കിലും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ടിനെയും കൂടി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നോക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ആ ഒരു സോണിൻ്റെ അവിടെ വരെയും പോകുന്നുള്ളൂ ആൻഡ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ എൻട്രി എടുക്കാണ്ടിരിക്കുക. അതിനുള്ള യഥാർത്ഥ എക്സാമ്പിൾ തന്നെ നമുക്കിന്ന് കാണാം. വൺസ് നമ്മുടെ ചാനലിലേക്ക് പോയാൽ നമ്മുടെ ചാനലിൽ ആണ് ഇതിൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് വെയിറ്റ്. നമുക്ക് ഇനീഷ്യലി തന്നെ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഡിമാൻഡ് സോൺ സപ്ലൈ സോണൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചൊന്ന് അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ സ്ലോലി സപ്ലൈ സോണിലേക്ക് പോയി. ബട്ട് ബാങ്ക് നിഫ്റ്റീനെ കാണാം. ബാങ്ക് നിഫ്റ്റി അബ്സല്യൂട്ട്ലി അവിടെ നമുക്ക് ഇവിടെ നിഫ്റ്റി നല്ല ഇതിലേക്ക് വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ഒരു കൺസോൾട്ടേഷൻ ഒരിക്കലും സപ്ലൈ സോണിൻ്റെ അങ്ങോട്ട് മൂവ്മെൻറ്റ് പ്രത്യേകിച്ച് ഡേ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ ആ കംപ്ലീറ്റ്ലി ആ ലെവലിൽ ഇൻസൈഡ് ആ ഫസ്റ്റ് ഓൾമോസ്റ്റ് ആ ഫസ്റ്റും സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഇടയിലുള്ള ഒരു ഇനീഷ്യൽ ഉണ്ടായ ആ ഒരു എന്താ പറയുക, ആ ഒരു വോളറ്റൈലിൻ്റെ അകത്തായിരുന്നു മാർക്കറ്റ് സ്റ്റിൽ ചെയ്തത്. അപ്പോൾ നിഫ്റ്റി ഇവിടെ നമുക്ക് നിഫ്റ്റി ഒന്ന് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം. ബട്ട് ബാങ്ക് നിഫ്റ്റി ആ ഒരു അബ്സല്യൂട്ട് കൺസോൾട്ടേഷൻ ആ സമയത്തും തുടരുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഫേക്ക് ഔട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിലൊന്നും അത് ഫേക്ക് ഔട്ടായി മാറാനുള്ള ചാൻസാണ് ഹൈ ആയിട്ടുള്ളത്. അവിടെ ഒരിക്കലും നിൽക്കരുത്. ആൻഡ് ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ആ സെയിം ലെവലിൽ തന്നെ ആയിരുന്നു. ഈസി ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് 21,250 നമുക്കൊരു കോൾ ബട്ടർഫ്ലൈ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് 3.3% അതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3.3% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 21,250 സ്ട്രാഡിലായിരുന്നു, മീൻസ് കോൾ ബട്ടർഫ്ലൈ ആയിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിനി മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്താലും നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി. മീൻസ് ഞാൻ ഷെയർ ചെയ്യാത്തത് ആരും അതിനെപ്പറ്റി ഒരു കമൻറ്റ് കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ വൺസ് ഇനി നാളെ ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവലിൽ ഈ ഒരു കൺസോൾട്ടേഷൻ തുടരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് പ്രൈസൊക്കെ കിട്ടിയാൽ അവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് കോൾ ബട്ടർഫ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചാൻസ് ഉണ്ട്. മീൻസ് അതിന് താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ വേണം, മീൻസ് ചാനലിലും കൂടി അത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നമുക്ക് നല്ലൊരു അങ്ങനത്തെ ഒരു റേഞ്ചിൽ വന്നാൽ ഷുവറായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ അനാലിസിസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിഫ്റ്റിയുടെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ അവിടെ നിന്ന് പയ്യെ ഒരു ചെറിയ ഒരു സപ്പോർട്ട് എടുത്തു 22,100 എന്ന സപ്പോർട്ട് എടുത്തിട്ട് സ്ലോലി സപ്ലൈ സോണിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഒരു കൺസോൾട്ടേഷൻ തന്നു. ബട്ട് സ്ലോലി അവിടെ നിന്നും ഒരു താഴെയായിട്ടാണ്. എനിവേ നമുക്ക് 22,200 പ്ലസ് ആയിട്ട്
മീൻസ് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു മീൻസ് അത് നല്ലൊരു എൻഡിങ് ആണ് നിഫ്റ്റിയിലെന്ന് പറയാം. അപ്പോൾ 22,200 സ്ട്രാഡിലുണ്ട് ആൻഡ് 22,300 റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് 22,100 സപ്പോർട്ട് ഉണ്ട്. 22 ഈവൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൂടി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇന്നലത്തെ OA വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവിടെ ബിൽഡ് ചെയ്തായിട്ട് കാണാം. അതായത് ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് ഇന്നുണ്ടായ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്തായി സപ്പോർട്ട് ഉണ്ടായാൽ ഇവിടെ നിന്ന് നമുക്ക് കോൾസിൻ്റെ നല്ല അൺവൈൻഡിങ്ങും കാണാൻ കഴിയുന്നിട്ടുണ്ട്. ഓൾറെഡി 2200 നമുക്ക് നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു പുട്ട് റൈറ്റിങ്ങും അവിടെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആയിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. OA അനാലിസിസിലൊക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കയറി വന്നിട്ടുണ്ട്. മേ ബി നമുക്ക് ഇനി ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ തുടരാനുള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത 22,300 to 22,100 ലെവലിൽ വേണമെങ്കിൽ ഒന്ന് നിഫ്റ്റി സ്റ്റിൽ ആ ഒരു കൺസോൾട്ടേഷൻ തുടരാൻ തന്നെയാണ് 22,300 to 22,100 ലെവൽ അല്ലേ, ആ ഒരു ലെവലിൽ തന്നെ കൺസോൾട്ടേഷൻ തുടരാനുള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഈവൻ 22,300 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇനിയൊരു നെക്സ്റ്റ് 22,500 എന്ന ലെവലിലേക്ക് നിഫ്റ്റി പോകുള്ളൂ. അപ്പോൾ ഈ ലെവൽ തന്നെ ഓർത്തിരിക്കുക, നമുക്ക് ഈ ഒരു ലെവലിലാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിൽ തന്നെ നിഫ്റ്റി ഇനി തുടരാൻ തന്നെയാണ് ചാൻസ്. കാരണം അങ്ങനത്തെയാണ് മീൻസ് അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഒരു പുട്ട് അഡീഷനാണ് ഹൈ ആയിട്ട് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി പോസിറ്റിവിറ്റി ആണ് നമുക്കുള്ളത്. ബട്ട് ഈവൻ 22,300 നിന്ന് സ്ലൈറ്റ്ലി കോൾ റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 22,300 സ്റ്റിൽ ആ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവൻ 22,300 നാളെ ഇവിടെ കോൾ അൺവൈൻഡിങ് നടന്നാൽ കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മാക്സിമം കോൾ റൈറ്റിംഗ് ഇവിടെ വന്നേക്കുന്നത് 22,500 തന്നെയാണ്. ഓൾറെഡി നമ്മൾ റിട്ടേൺ ചെയ്ത് വെച്ച മീൻസ് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ വെച്ച് ഡിസ്കസ് ചെയ്ത മാതിരി തന്നെ ഒരു ഫുള്ളി കൺസോൾട്ടേഷൻ ഇതിലായിരുന്നു ബാങ്ക് നിഫ്റ്റി പോയത്. ഇവൻ ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞു 48,000 നമുക്കൊരു പുട്ട് റൈറ്റിങ്ങും അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA ചാർട്ട് വെച്ചിട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് മീൻസ് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും 48 സ്റ്റിൽ അവിടെ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് 33യുടെ റെസിസ്റ്റൻസ് തന്നെയുണ്ട്. ആൻഡ് നോക്കിയാൽ നമുക്ക് എന്താ പറയുക, ഈവൻ കുറച്ചൊന്ന് സപ്പോർട്ട് പുട്ട് റൈറ്റിംഗ് നിഫ്റ്റിയുടെ അത്രയും വന്നിട്ടില്ല. PCR 0.76 തന്നെയാണ്. ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത്. ബട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ഇതിൽ ഇന്ന് കുറച്ച് പുട്ട് അഡീഷൻ ഉണ്ടായിട്ടുണ്ട്. ഈവൻ 48 കോൾ റൈറ്റിങ്ങും ഹ്യൂജായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കോൾ റൈറ്റിങ്ങും 48 നല്ല ഹ്യൂജായിട്ട് വന്നിട്ടുണ്ട്. അവിടെയും പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. ആൻഡ് 47,800 നമുക്ക് പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് പുട്ട് റൈറ്റിംഗ് എല്ലായിടത്തും ഇന്ന് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് കോൾ അൺവൈൻഡിങ് നമുക്ക് അങ്ങനെ രീതിയിൽ കാണാൻ കഴിയുന്നില്ല. ഇൻ ദ മണിയിൽ 47,500 കുറച്ചൊന്ന് അൺവൈൻഡിങ് ഒക്കെ കാണാൻ കഴിയുന്നത്. ബട്ട് അറ്റ് ദ മണിയിൽ നമുക്ക് എന്താ പറയുക, ഒരു അൺവൈൻഡിങ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 48 സ്റ്റിൽ റെസിസ്റ്റൻസ് അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഹൈ ചാൻസ് അവിടെ വരുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ 47 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. ബട്ട് ഓൾറെഡി 47,500 ഇപ്പോൾ നമുക്ക് നല്ല ഇന്നൊരു അഡീഷൻ പുട്ടായതുകൊണ്ട് 47,500 എന്താ പറയുക നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് മീൻസ് ബാങ്ക് നിഫ്റ്റിക്ക് നാളെ നല്ലൊരു സപ്പോർട്ടായിട്ട് നാളെ 47,500 മാറാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 47,500 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇവൻ നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും. ഈ ഓൾറെഡി നമുക്ക് അവിടെ പറഞ്ഞു. ബട്ട് കോൾ അൺവൈൻഡിങ് നടക്കുകയാണ് അവിടെ ഉള്ളത്. അപ്പോൾ മീൻസ് അവിടെ കോൾ റൈറ്റിങ്ങിൻ്റെ ഇനി അത്ര നല്ലൊരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് അവിടെ എടുത്തിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് നടത്താം. ഈവൻ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രാങ്കിലൊക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ 48,200 ഇനി അവിടെ വലിയ പ്രൈസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ബട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരിക്കലും സ്ട്രാങ്കിളിന് ഇപ്പോൾ കൺസിഡർ ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് വിക്സ് സ്റ്റിൽ ഇന്ന് നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് എന്താ പറയുക, വിക്സിൻ്റെ ആ ഒരു സ്ലൈറ്റ്ലി ഫാൾ ഡൗൺ ആയിരുന്നു. ബട്ട് ലാസ്റ്റത്തെ ആ ഒരു 5 മിനിറ്റ്സിൽ നമുക്കൊന്ന് വിക്സ് ഒന്ന് ഞാൻ വീണിട്ടില്ല എന്ന് സൂചിപ്പിച്ച് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും സ്ട്രാങ്കിൾ നെക്സ്റ്റ് വീക്കിലേക്കൊന്നും കൺസിഡർ ചെയ്യരുത്. അപ്പം നാളെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടി കോൾ ബട്ടർഫ്ലൈക്ക് ഒരു കൺസൾട്ടേഷൻ മാർക്കറ്റ് വന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 to 10:30 അറിയാം. നമുക്ക് ഇവിടെ ഇനീഷ്യൽ ആ വോളറ്റൈലിന് ശേഷം പിന്നെ ഒരു ആഫ്റ്റർ 10:30 അല്ലേ
നമുക്കൊരു മാർക്കറ്റ് ആ ഒരു റേഞ്ച് ബൗണ്ട് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറച്ചൊന്ന് വയലൻ്റ് ഉണ്ടായി, ബട്ട് ആ ഒരു ഫുൾ ആ ഒരു റേഞ്ചിൽ തന്നെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു ഡേ ഹൈയും ആ ഒരു ഇനീഷ്യൽ ലോ എടുത്തല്ലാണ്ട് പിന്നെ ആ ഒരു ഡേയിൽ കൺസോൾഡേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ചാൻസൊക്കെ തന്നെയാണ് കോൾ ബട്ടർഫ്ലൈ ഉപയോഗിച്ച്. മീൻസ് നമ്മുടെ റിസ്ക് അവിടെ ലെസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ വന്നാൽ നിങ്ങൾ കോൾ ബട്ടർഫ്ലൈന് കുറച്ചും കൂടി ഒരു മുൻഗണന കൊടുക്കുക. അപ്പോൾ അതാണ് OI അനാലിസിസ് വെച്ചിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഒരു FIDA ഡാറ്റ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. FIDA ഡാറ്റയിൽ ഇന്നലെ നമുക്ക് FISൻ്റെ ഭാഗത്ത് ഇന്നലെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. സ്റ്റിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ സ്ലൈറ്റ്ലി ഒന്ന് ബുള്ളിഷ് ആകാൻ നോക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം ഒരു ലോങ്ങിലേക്ക് കോള് വന്നിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു സെല്ലിങ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് തുടരുന്നു. അവിടെ ഒരു മിക്സഡ് ഒപ്പീനിയൻ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രീതിയിലുള്ള കോൾ ബിൽഡിങ് അവർ കുറച്ച് വന്നു. നമുക്ക് ആ നിഫ്റ്റി ഫാൾ ആവണതൊക്കെ കാണാം. ബട്ട് പിന്നെ ഒരു കൺസോൾട്ടേഷൻ വേയിൽ ഇപ്പോൾ ഒരു കോൾ ആൻഡ് പുട്ട് അവർ സെയിം ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ലോങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് കാണാം. ബട്ട് സ്റ്റിൽ ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് തുടരുന്നുണ്ട്. അപ്പോൾ മിക്സഡ് ആണ് FISൻ്റെ ഭാഗത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കാണാൻ കഴിയുന്നത്. ബട്ട് എന്താ പറയുക, കുറച്ചൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. വിത്ത് ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിലാണ് പോയേക്കുന്നത്. ആൻഡ് പ്രോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ സ്റ്റിൽ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് വന്നേക്കുന്നത് കാണാം. കോൾ ആൻഡ് പുട്ട് അൺവൈൻഡിങ് സ്ലൈറ്റ്ലി മാത്രം. ആൻഡ് ലോങ്ങിലേക്ക് ഫ്യൂച്ചേഴ്സ് അവർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ സെല്ലിങ് കുറച്ചൊന്ന് ലോങ്ങിലേക്ക്. ഓപ്പോസിറ്റ് ഇൻ FIS എന്നായിട്ട് ഫ്യൂച്ചേഴ്സിൽ FIS സെല്ലിംഗ് ആണെങ്കിൽ പ്രോ അവർ ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അത് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് FISൻ്റെ ഭാഗത്തുനിന്ന് OI ഇൻഡെക്സ് DISൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്ത് OIയിൽ അവർ ഓപ്ഷൻസിൽ അവരൊന്ന് സെല്ലിങ് ലോങ്ങിലേക്ക് അവർ പുട്ട് വന്നിട്ടില്ല. ആൻഡ് കൺസോൾട്ടേഷൻ കാണാം. ബട്ട് ഇവിടെ നമുക്ക് സെല്ലിങ് ഒന്ന് ഇന്നലെ കൂടിയത് ഒന്ന് കുറച്ചിട്ടുണ്ട്. ആൻഡ് FISൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഒരു മിക്സഡ് ആണ് ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ FIS ആൻഡ് പ്രോ കാണാൻ കഴിയുന്നത്. ആൻഡ് ക്യാഷ് മാർക്കറ്റിലും സെയിം തന്നെ കാണാം. -4,000ൻ്റെ ഒരു സെല്ലിങ് FISൻ്റെ ഭാഗത്ത് വരുമ്പോൾ +3,500ൻ്റെ DISൻ്റെ ഭാഗത്ത് നിന്നാണ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് മേ ബി ബാങ്ക് നിഫ്റ്റിക്കൊക്കെ തുടരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവൻ നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കിയാലും നല്ലൊരു ബൗൺസ് ബാക്കിൽ തുടരുകയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്നുള്ളത് കാണാം. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ ഒരു ലെവലിൽ ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. മേ ബി നാളെ കുറച്ചൊന്ന് മേളിലേക്കും ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെയാണോ കൺസോൾട്ടേഷൻ വരുന്നത് എന്ന് നോക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പുൾ ഇവിടെ ബാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ലോങ്ങിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ലെവൽസിലാണ് ഇപ്പോൾ മീൻസ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി താഴേക്ക് നല്ലൊരു ക്യാൻഡിൽ വന്നാൽ മേ ബി ബാങ്ക് നിഫ്റ്റിക്ക് ഇനി മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അൺടിൽ നമ്മൾ പറയുന്നു 47,500. ഈവൻ നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ, അതായത് 47,400 500 ലോ ബ്രേക്ക് ചെയ്ത് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വരാണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഒരു താഴേക്ക് മൂവ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ക്യാൻഡിലിന് താഴേക്ക് വരാൻ നേരത്താണെങ്കിൽ ആ ഒരു ക്യാൻഡിലിന് വേണ്ടി ഒന്ന് 4 hour ടൈം ഫ്രെയിം വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇവൻ നല്ലൊരു പുൾ ബാക്കിലാണ് ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഉള്ളത്. ആ ഒരു പുൾ ബാക്ക് തുടരാൻ തന്നെയാണ് മാക്സിമം ചാൻസ്. ഇനി നിഫ്റ്റി നോക്കിയാലും നിഫ്റ്റിയും നല്ലൊരു പുൾ ബാക്ക് സെറ്റപ്പിൽ തന്നെയാണ്. 4 hour ടൈം ഫ്രെയിമിൽ ഇവൻ നല്ലൊരു ഫാൾ വന്നു. ഇവിടെ നമുക്കറിയാം നമ്മളൊരു നല്ല സപ്പോർട്ട് സോണിൽ നിന്ന് തന്നെ വീണ്ടും അവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അപ്പോൾ ഈ ഒരു ലെവൽസിൽ ഇനി നിഫ്റ്റിയും ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നമുക്കൊരു 21,200 വീണ്ടും വന്നെയാണെങ്കിൽ അവിടെ നിന്നൊരു പുൾ ബാക്ക് വീണ്ടും നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ഇവൻ 1 hour ടൈം ഫ്രെയിമിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പുൾ ബാക്ക് വീണ്ടും കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മീൻസ് നെക്സ്റ്റ് വീക്കിലേക്ക് നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമുക്ക് നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിൽക്കാം. മീൻസ് അവിടെയും നമ്മൾ പറയുന്നത് നമുക്ക് ഒരു നല്ലൊരു ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി മീൻസ് നമുക്ക് സിമ്പിളായിട്ട് നേടാൻ കഴിയുന്നത് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ മൈൻഡ് സെറ്റായിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ടേണിങ് വന്നാൽ പോലും നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉള്ള ട്രേഡ്സ് കാര്യങ്ങൾ അവിടെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ മേ ബി കൺസോൾട്ടേഷൻ
കുറച്ചും കൂടി ഹൈ ചാൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ മാതിരി ആർക്കെങ്കിലും ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ വരുമ്പോൾ അവിടെ നമുക്ക് കോൾ ബട്ടർഫ്ലൈ മീൻസ് എത്ര പേർ അതിനെ രീതിയിൽ എടുക്കുന്നുണ്ട് അറിയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കോൾ ബട്ടർഫ്ലൈയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെയാണോ കൺസൾട്ടേഷൻ വരുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ റിസ്ക് റിവാർഡിൽ, ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ റിസ്ക് റിവാർഡിലായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു റിവാർഡ് പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡ് അപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ അതിന് ട്രൈ ചെയ്യുക. ബിക്കോസ് സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷൻ ബയേഴ്സാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് മാർക്കറ്റിൽ നമുക്ക് എന്താക്കണം, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. ആൻഡ് അത് നമുക്ക് ഓപ്ഷൻ ബൈയിങ് തന്നെ നടത്തിയാലേ പറ്റുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ മീൻസ് നമുക്കൊന്നും പറയാനില്ല. അതല്ല പ്രോഫിറ്റാണ് മെയിനെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. അതോടൊപ്പം നമ്മുടെ റിസ്ക് കുറച്ചുള്ള പ്രോഫിറ്റ് അതാണ് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതും. ഇതുപോലെയുള്ള ഹൈ വിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതും അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.